മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരു നിശ്ചിത ദിവസം ചന്ദ്രൻ ആകാശത്തിൽ ഏത് നക്ഷത്രത്തിനടുത്താണോ സ്ഥിതി ചെയ്യുന്നത്, ആ ദിവസം ആ നക്ഷത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 27 നക്ഷത്രക്കൂട്ടങ്ങളാണ് ആകാശത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ നക്ഷത്രക്കൂട്ടത്തിലും ഒന്നിലേറെ നക്ഷത്രങ്ങളുണ്ടാവും. അശ്വതി എന്ന നക്ഷത്രക്കൂട്ടത്തിന് അശ്വതി എന്ന പ്രധാന നക്ഷത്രമടക്കം 5 നക്ഷത്രങ്ങളാണുള്ളത്. 2026 അശ്വതി നക്ഷത്രത്തിന് വിഷുഫലം എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. കുതിരയുടെ മുഖം പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് അശ്വതി. ദേവവൈദ്യന്മാരായ അശ്വിനി ദേവതകളാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ ശോഭിക്കപ്പെടുന്നവരാണ്. ദേവഗണമാണ്. മൃഗം കുതിര, വൃക്ഷം കാഞ്ഞിരം, യോനി പുരുഷൻ, പക്ഷി പുല്ല്, ഭൂതം ഭൂമി. സൗന്ദര്യവും വിനയവും ധൈര്യവും ബുദ്ധിശക്തിയുമുള്ള ഇക്കൂട്ടർ ചഞ്ചലചിത്തരാണ്. അശ്വതി നക്ഷത്ര ജാതർക്ക് 2026 വിഷുവർഷം വളരെയധികം ഗുണപ്രദമായ അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. എല്ലാ ദുരിതങ്ങളും വിട്ടൊഴിയുന്നതാണ്. കഷ്ടകാലങ്ങൾ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അത്ഭുതമെന്ന നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ ധനാഗമ മാർഗങ്ങൾ തെളിയുന്നതാണ്. ഇതുവരെ ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കുന്നതിന് വളരെയധികം അനുകൂലമായ സമയമാണ്. സൗന്ദര്യവും എല്ലാ കാര്യത്തിലും നിപുണരുമാണ് അശ്വതി നക്ഷത്ര ജാതർ. അശ്വതി നക്ഷത്ര ജാതർ ഒരു തീരുമാനമെടുത്താൽ അത് എന്ത് നഷ്ടം സഹിച്ചും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. വിദേശവാസത്തിന് യോഗമുണ്ട്. ഭവനയോഗം കാണുന്നുണ്ട്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായാലും അവയെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ്. സ്വന്തം ജീവൻ കളഞ്ഞും സ്വന്തം കുടുംബം സംരക്ഷിക്കാൻ കഷ്ടപ്പെടുന്നവരാണ്. എടുത്തുചാട്ടക്കാരാണ്. എങ്കിലും വൈകാരികമായി ഇവരെ നേരിടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അശ്വതി നക്ഷത്ര ജാതർക്ക് 2026 വിഷുവർഷം വളരെയധികം ഗുണപ്രദമായ അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ചേരുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും വളരെയധികം അനുകൂലമായ സമയമാണ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും അനുകൂലമാണ്. പ്രണയബന്ധങ്ങൾ വീട്ടുകാരാൽ അംഗീകരിക്കപ്പെടാൻ വളരെയധികം അനുകൂലമായ സമയമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് നല്ല വൈവാഹിക ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. വിവാഹം നടക്കുന്നതിനും യോഗമുണ്ട്. പുരുഷന്മാർ സ്ത്രീകളോട് ഇടപെടുമ്പോൾ ചെറിയ അകലം പാലിക്കുന്നത് നല്ലതാണ്. ദേഹാരിഷ്ടതകളും അനാവശ്യ ചെലവുകളും വിഷമഘട്ടങ്ങളും വന്നു ചേരുമെങ്കിലും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രമാണ് അശ്വതി. പുറമെ പ്രകടിപ്പിച്ചില്ലെങ്കിലും ദൈവഭക്തിയുള്ളവരാണ് ഇക്കൂട്ടർ. ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് മാസത്തിലൊരിക്കൽ ക്ഷേത്രദർശനം നടത്തുന്നത് അത്യാവശ്യമാണ്. ഇതര മതസ്ഥർ അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുവായ വിഷുഫലമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ജനനസമയത്തിനനുസരിച്ച് ഇവയിൽ വ്യത്യാസമുണ്ടാകുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വർഷം നേർന്നുകൊണ്ട് നന്ദി.